ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോ പെണ്ണ് അവരോട് നമ്മൾ അന്വേഷിക്കാറുണ്ട്, വീട്ടിൽ നിന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകാറുള്ളത്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ എങ്ങോട്ടാ പോകാറുള്ളതെന്ന് നമ്മൾ ചോദിക്കാറില്ല. നമ്മുടെ മക്കൾ പറയുന്നു സ്പെഷ്യൽ ക്ലാസ്സിലാണ്, മോഡൽ ക്ലാസ്സിലാണെന്ന് പറഞ്ഞിട്ട് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെണ്ണിനോട് നമ്മുടെ സന്താനങ്ങളോട് നമ്മൾ ചോദിക്കാറില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. എന്നീ കേരളക്കരയിൽ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ അങ്ങനെ വളരേണ്ടതുണ്ട്, നമ്മുടെ മക്കൾ അങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നന്മയുടെ വക്താക്കളായിട്ട് നന്മയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ മക്കളെ നമ്മൾ വഴികേടിലാക്കാൻ പാടില്ല, അതല്ലാതെ നമ്മുടെ മക്കളെ വഴികേടിലാക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ചു നോക്കൂ, മക്കളോടുള്ള കാരുണ്യം ഇന്ന് കുറഞ്ഞു പോവുകയാണ്. മാതാപിതാക്കളോ അതുപോലെ തന്നെ നമ്മുടെ ഉമ്മമാര് അവരോടുള്ള കാരുണ്യം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഉമ്മ അത് സ്നേഹത്തിന്റെ കവാടമാണ്, ഉമ്മ അത് സഹനത്തിന്റെ കവാടമാണ്. ആ ഉമ്മ എന്ന് മറന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി, ജന്നത്ത് തഖ്ദാമിൽ ഉമ്മഹാത്, മാതാവിന്റെ കാലിലടിയിലാണ് സ്വർഗ്ഗമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മാതാവ് കഷ്ടിക്കുന്ന പേരില്, മാതാവ് മുദ്രിക്കുന്ന പേരില്, മാതാവിനെ വീടിന്റെ തടങ്ങളിൽ നിന്ന് മാറ്റിവെക്കുന്ന എന്റെ ഉമ്മ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഉമ്മമാര്, അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ പാടില്ല. ഇന്നലെ ജീവിതത്തിലേക്ക് കയറി വന്ന പെണ്ണെന്ന് പറയുമ്പോ നാളെ അവിടുന്ന് ഉമ്മയെ വീട്ടിൽ നിന്ന് അതല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. നമ്മുടെ ഉമ്മ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്റെ പെങ്ങളെ, എന്റെ ഉമ്മ നമ്മളൊന്ന് കര ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയേ. കാരണം എന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ 3 ആളുകളുടെ ദുആണ് ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അതിലൊന്ന് ഉമ്മയുടെ ദുആണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മായെ നമ്മളെ വെറുപ്പിക്കുമ്പോ, ഉമ്മാനെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുമ്പോ, നമ്മുടെ പ്രേമൈരാശ്യത്തിന്റെ പേരില്, പ്രേമത്തിന്റെ പേരില്, സ്നേഹത്തിന്റെ പേരില് ജീവിതത്തിൽ നിന്ന് ഉമ്മായെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. കോടതി വരാതിയിൽ വെച്ചിട്ട് ജഡ്ജി ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, നിന്റെ കാമുകനെ വേണോ, നിന്റെ കാമുകയെ വേണോ? നമ്മൾ പറയുന്നത് ഒരേ ഒരു കാര്യമാ. എന്ന് നമ്മുടെ മക്കള് പറയുന്നതെന്താ, ഉമ്മ എനിക്ക് വേണ്ട, ഇത്ര കാലം എന്നെ പോറ്റി വളർത്തിയ, അതായത് തലയിൽ വെച്ചാൽ പേനരിക്കോ താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന പോലെ നമ്മെ പോറ്റി വളർത്തിയ ഉമ്മ. മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ വാരിക്കൂട്ടിയിട്ട്, ലക്ഷങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കോടീശ്വരന്മാരുടെ ലക്ഷാധിപതികളുടെ ജീവിതത്തിന്റെ മുന്നിൽ അവരുടെ മുമ്പിൽ പോയിട്ട് തന്റെ തല കുനിച്ച തന്റെ വാപ്പ, തന്റെ ഉമ്മായ തനിക്ക് വേണ്ട, തന്റെ വാപ്പായ തനിക്ക് വേണ്ട, തന്റെ കാമുകന്റെ കൂടെ കാമുകിയുടെ കൂടെ ഒളിച്ചോടി പോകുന്ന പെങ്ങളെ, ഇവിടെ സ്നേഹം കൊടുക്കേണ്ടത് ഉമ്മാക്ക് വേണ്ടിയിട്ടാ, ഉപ്പാക്ക് വേണ്ടിയിട്ടാണ്. ഒരു വീടിന്റെ തളങ്ങളിൽ ജീവിക്കുന്ന ഒരു സഹോദരനുണ്ട്, അതുപോലെ തന്നെ ഒരു ഉമ്മയുണ്ട്. ഇന്നലെ കയറി വന്ന ഒരു ഭാര്യയാണ്. ഭാര്യ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, അല്ല ഭർത്താവേ, ഉമ്മ കാഷ്ടിക്കുന്നുണ്ട്, ഉമ്മ മൂത്രിക്കുന്നുണ്ട്, അതുകൊണ്ട് ഉമ്മായ ഇവിടെ നിർത്താൻ പറ്റില്ല. ഉമ്മായ അവർ കൊണ്ടുപോവുകയാണ് വനാന്തരങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഉമ്മായ ഇവിടെ കിടത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി
ومن يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേഗം മദീന. മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേഗം മദീന. ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ ആസാരം കേൾക്കാത്ത കാതെന്തിനാ. തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ ആസാരം കേൾക്കാത്ത കാതെന്തിനാ. തിരുപാദമേറ്റ മൺതരിയാവാ കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യന കഴിയാത്ത ഇവനെന്തൊരു ഹതഭാഗ്യന. കാണാൻ കൊതിയേറെ ആശയേറെ നുണ്ടേറെ കാണാൻ കൊതിയേറെ ആശയേറെ നുണ്ടേറെ. ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. ഏറ്റവും ബഹുമാനപ്പെട്ട വേദിയിൽ ബഹുസരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന എം മുഹൈദ്ദീൻ ഉസ്താദ് അവരുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദീനിന് വേണ്ടിയിട്ട് ഹിദ്മത്ത് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വേദിയിൽ ബഹുസരായിരിക്കുന്ന മറ്റു പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, മറ്റു കാരണവന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, സമസ്ത കേരള ജമാഅത്തുൽ ഉലമയുടെ ഘടകമായ സുന്നി യുവജന സംഘത്തിൻ്റെയും അതുപോലെ തന്നെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ അതിൻ്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന മജ്ലിസുൻ നൂറും അതോടൊപ്പം മതപ്രഭാഷണ പരിപാടിയുടെ ദിവസത്തിലാണ്, ആ ദിനത്തിലാണ് നാം എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, വലിയൊരു ആമുഖ പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. സമയം നമുക്ക് വളരെയധികം കുറവാണ്.
എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നവനൂറ്റാണ്ടിലാണ്. നമുക്കറിയാം, ഇന്നത്തെ യുവനൂറ്റാണ്ട്, ഇന്ന് 21-ാം നൂറ്റാണ്ട് വളരെയധികം മതപതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ പത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ വ്യഭിചാരമില്ലാത്ത, അതുപോലെ തന്നെ പീഡനങ്ങളില്ലാത്ത വാർത്ത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം ഇന്ന് ഓരോന്ന് മുന്നോട്ട് കടന്നു വരികയാണ്. വ്യഭിചാരവും പീഡനങ്ങളും എല്ലാം ഇന്ന് കേരളക്കരയിൽ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഇന്ന് മുന്നോട്ട് കടന്നു വരുമ്പോൾ ഇവിടെയെല്ലാം മുസ്ലിം ഉമ്മത്തിന്റെ മക്കള് മുന്നോട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓരോ മനുഷ്യനെയും അല്ലെങ്കിൽ ഒരു മുഅ്മിനിനെ നമുക്ക് എടുത്തു നോക്കിയാൽ ഇന്ന് വളരെയധികം മതപതനത്തിലേക്കാണ് അവർ കടന്നു ചെല്ലുന്നത്. കാരണം അവൻ ജീവിച്ചിരുന്ന കാലയളവ് അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ആ സുഹൃതങ്ങൾ വെറുതെ ചിലവഴിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. ദുനിയാവിലെ ആഭാസങ്ങൾക്കും ദുനിയാവിലെ സ്വപ്നങ്ങൾക്കും വേണ്ടിയിട്ട്, തൻ്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത ആ സുഹൃതങ്ങളിൽ ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് സുഹൃതങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞു പോയ കാലയളവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നന്മ നമ്മുടെ കൽബിലുണ്ടായിരുന്നില്ല. തിന്മ എന്ന പാതയിലൂടെ, ശൈത്താന്റെ പാതയിലൂടെ, ആ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയവരാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സുന്ദരമായ സുരഭിലമായ ഒരു ജീവിതം നമുക്ക് നൽകിയിട്ട് ആ ജീവിതത്തില് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതെ, സിട്ടാവിനെ കുറിച്ച് ഓർക്കാതെ മുന്നോട്ട് പോവുകയാണ്. എവിടെയെന്ന് നന്മ, എവിടെയാണെന്ന് കാരുണ്യം പറ്റിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെ നമ്മളൊന്ന് ഒന്നാമതായി എടുത്തു നോക്കിയാൽ സന്താനങ്ങളോടുള്ള കാരുണ്യം എവിടെ പോയി? ഇന്ന് കേരളക്കരയിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാഭാരതത്തില് ഇന്ന് നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ മക്കള്, ഇന്ന് അവരോടുള്ള കാരുണ്യം നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് മനസ്സിലാക്കണോ? വീടിന്റെ അകത്തളങ്ങളിലുള്ള നമ്മുടെ കുഞ്ഞുമക്കള്, കുഞ്ഞു പെങ്ങള്, അവരോട് കാരുണ്യത്തോടുകൂടി അല്ലെങ്കിൽ കരുണയോടുകൂടി ഒരു വാക്ക് പറയാൻ ഇന്നത്തെ ഉപ്പമാര് അല്ലെങ്കിൽ എൻ്റെ ഉമ്മമാരിന്ന് തയ്യാറാകുന്നില്ല. ഇന്നെന്തേ 5 വയസ്സുള്ള 6 വയസ്സുള്ള കുഞ്ഞു പെങ്ങളെ പോലും വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്ന, വ്യഭിചാരം ചെയ്യുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിവരുമ്പോ ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ല നമ്മളെ പഠിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഷഫീഖ് എന്ന് പറയുന്ന 5 വയസ്സുള്ള ഷഫീഖ് എന്ന് പറയുന്ന പൊന്നുമോനെ ഇവിടുത്തെ രണ്ടാനമ്മയും തന്റെ ഉപ്പയും കൂടിയിട്ട് പീഡിപ്പിച്ച, തന്റെ ഉപ്പയും തന്റെ ഉമ്മയും കൂടിയിട്ട് വ്യഭിചരിച്ച ഒരു കാലം, ഒരു വാർത്ത നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടവരാണ്. അങ്ങനെ ഒരുപാട് മക്കളിന്ന് വ്യഭിചാരത്തിലൂടെ, അതുപോലെ തന്നെ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ സന്താനങ്ങൾ നാടിനെ പറ്റിയ, നമ്മുടെ കൂട്ടുകാർക്ക് പറ്റിയ, നമ്മുടെ കുടുംബത്തിനെ പറ്റിയ നല്ല മക്കളായിരിക്കണം, നാടിന്റെ മക്കളായിരിക്കണം, നാടിന്റെ പൂക്കളായിട്ട് വളരേണ്ടതുണ്ട്. അവർ വഴികേടിലാകാൻ പാടില്ല. എന്തേ? നമ്മുടെ കുറവാണ്. നമ്മുടെ സന്താനങ്ങളോടുള്ള കാരുണ്യം നമ്മൾ കുറഞ്ഞു വെച്ചു, നമ്മുടെ കരുണ നമ്മൾ കുറച്ചു വെച്ചു. അവരോടുള്ള കാരുണ്യം ചെയ്തുകൊണ്ട്, കരുണ ചെയ്തുകൊണ്ട് അവരോട് സത്യവത്തായ പാതയിലൂടെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് തന്നെയാണ് പഠിപ്പിച്ചത്. സ്വഹാബാ കിറാം തന്റെ തോട്ടത്തിലുണ്ടായിരുന്ന പാകമായ പഴങ്ങൾ കൊണ്ടുവരുമത്രേ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക്, ആ സവിധത്തിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പഴങ്ങൾ കൊണ്ടുവന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളുടെ അടുക്കല്, അവിടുത്തെ സഖാക്കളുടെ അടുക്കൽ നിന്ന് ആ പഴങ്ങൾ സ്വീകരിക്കും. എന്നിട്ട് തന്റെ അടുക്കലുണ്ടാകുന്ന ഏത് പൊന്നുമോനാണോ ആ കുഞ്ഞുമക്കൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീട്ടിക്കൊടുക്കാറുണ്ട്. ഒരു സ്വഹാബി എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് സ്വഹാബി. അപ്പൊ സ്വഹാബി കാണുന്നത് തന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹും,
അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളിക്കുകയാണ്. ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചാരികൾ സഞ്ചരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറത്ത് കയറിയിട്ട് തന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കളിക്കുമ്പോൾ സ്വഹാബി കടന്നു വരികയാണ്. സ്വഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, മക്കളെ, തങ്ങളുടെ വാഹനം എത്ര മുഹിതമാണ്, മഹത്വമേറിയതാണ്. ആ മക്കളോട്, ആ സന്താനങ്ങളോട് സ്വഹാബി വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബി എന്താണെന്നറിയണോ, ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികളില്ലേ, അവരും മഹത്വമേറിയതാണ്, അവരും മഹിതമായതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ കാരുണ്യമാണ് ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത്, കരുണയാണ് ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത്. കാസർഗോഡ് ജില്ലയിലെ 14-കാരനായ പൊന്നുമോന് കഞ്ചാവിൽ അടിമപ്പെട്ടിട്ട് തന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മയെ വിഭജിച്ച സംഭവം നമ്മൾ കണ്ടവനാണ്, വാർത്ത നമ്മൾ കേട്ടവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഉമ്മാക്ക് അസ്വസ്ഥതകൾ വരികയാണ്, ഉമ്മാക്ക് വേദനകൾ വരികയാണ്. ഉമ്മ എങ്ങനെയാ വിദേശത്ത് ജോലി ചെയ്യുന്ന തന്റെ ഭർത്താവിനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഡോക്ടർ വിടുന്ന് പറയുന്നു, ഉമ്മ, അങ്ങയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞുണ്ട്. ഉമ്മയത് കേട്ടുകൊണ്ട് തന്റെ ഭർത്താവും കേട്ടുകൊള്ളുകയാണ്. തന്റെ ഭർത്താവ് തെറ്റിദ്ധരിച്ചോ, ബന്ധക്കാരെ തെറ്റിദ്ധരിച്ചോ, എല്ലാവരും തെറ്റിദ്ധരിച്ചോ. അധികാരികൾ വന്നുകൊണ്ട് അന്വേഷണം നടത്തിയപ്പോ ആ മാതാവിനെ, ആ ഉമ്മായെ, ആ പെങ്ങളിനെ ആരും സ്പർശിച്ചിട്ടില്ല, ആരും തന്നെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് പോലുമില്ല എന്ന് അധികാരികൾ അന്വേഷണം നടത്തിയപ്പോൾ പറയാൻ സാധിച്ചോ. എന്നാൽ അന്വേഷണം വിദ്യാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. വിദ്യാലയങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുത്തെ കൂട്ടുകാരോട് അവിടുന്ന് അന്വേഷണം നടത്തി. അങ്ങനെ കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കഞ്ചാവ് വേണം, അതുപോലെ തന്നെ ലഹരി കൂടാതെ ഞങ്ങൾ ഒരു ദിവസം മുന്നോട്ട് പോകാറില്ല. അങ്ങനെ ആ മകന്റെ സന്നിധിയിലേക്ക് അധികാരികൾ അന്വേഷണവുമായി എത്തി. ആ 14-കാരനായ പൊന്നുമോനോട് അധികാരികൾ അന്വേഷണം നടത്തിയപ്പോ 14-കാരനായ പൊന്നുമോന് പറഞ്ഞതെന്താ, ഉമ്മ, എന്റെ ഉപ്പ കുഞ്ഞുമോൻ പറഞ്ഞതെന്താ, എനിക്ക് കഞ്ചാവ് കഴിക്കാതെ ഒരു ദിവസം മുന്നോട്ട് പോകാനൊക്കെ കഞ്ചാവ് കടിച്ചിട്ട് വിറകുകൾ വാങ്ങിയിട്ട് വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന പൊന്നുമോനെ. എന്നിട്ട് ഉമ്മയുടെ ഭക്ഷണത്തിലതാ വിറകുകളൊക്കെ ചേർത്തിട്ട് ഉമ്മയുടെ വായിലേക്ക് ഇട്ടുകൊടുക്കുമ്പോ ഉമ്മ വിചാരിച്ചതെന്താ, പൊന്നുമോന് വല്ലാത്ത ആദരവാണ്, പൊന്നുമോന് വല്ലാത്ത സ്നേഹമാണെന്ന് പൊന്നാര ഉമ്മ അവിടുന്ന് വിചാരിക്കുകയാ. പക്ഷേ 14-കാരനായ പൊന്നുമോൻ ചെയ്തതെന്താ, ഈ കാലയളവിൽ നമ്മുടെ മക്കള്, നമ്മുടെ മകൾ, നമ്മുടെ സന്താനങ്ങള് ഇന്ന് വഴിവടച്ചുകൊണ്ട് പോകുമ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് സത്യത്തിന്റെ ദീനാണ്, സത്യമച്ചായ പാതയാണ്. അതല്ലാതെ മറ്റുള്ള ക്രിക്കറ്റ് താരങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സമയം ചെലവഴിക്കേണ്ടത്. കുഞ്ഞുമക്കൾ പിറന്നാൽ കാരുണ്യത്തോടുകൂടി, കരുണയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകലാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നതും ഇത് തന്നെയാണ്. നമ്മുടെ മക്കൾ വളരേണ്ടതുണ്ട്, ഇൽമ പഠിക്കേണ്ടതുണ്ട്, ഹാഫിളാകേണ്ടതുണ്ട്. ഇൽമിന്റെ ഓരോ സ്ഥാപനങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ്, സൗകര്യങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇന്ന് ഒരുക്കിയിട്ടോരോ സ്ഥാപനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കടന്നു വരുമ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മക്കള് പഠിക്കേണ്ടത് എഞ്ചിനീയർ അല്ല, അത് ഡോക്ടറല്ല, ലക്ഷങ്ങളല്ല നമ്മുടെ മക്കള് വാങ്ങിക്കൂട്ടേണ്ടത്. ഇൽമ പഠിക്കേണ്ടതുണ്ട്, ഇൽമ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ മരണപ്പെട്ടാൽ കബറിന്റെ ആഴങ്ങളിലേക്ക്, ആരാരുമില്ലാത്ത കബറിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ മക്കള് കടന്നു വരേണ്ടതുണ്ട്, സന്താനങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. ഒരു ഫാത്തിഹ ഓതാൻ, അല്ലെങ്കിൽ ഒരു യാസീൻ ഓതാൻ, കബറിന്റെ ഉള്ളിൽ നമ്മൾ കരയേക്കാകും. നമ്മൾ കിടക്കുമ്പോ നമ്മുടെ മക്കളൊന്ന് വന്നുകൊണ്ട് ദുആ ചെയ്താൽ എത്ര നല്ലതാണ്. കാരുണ്യമാണ് വേണ്ടത്, സന്താനങ്ങളോടുള്ള കാരുണ്യമാണ്, കരുണയാണ് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോ, എന്തേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റീഹുൽ വലദി വറീഹുൽ ജന്ന, ശിശുവിന്റെ പരിമളം സ്വർഗ്ഗത്തിന്റെ
പറഞ്ഞു പോയപ്പോ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് സന്താനങ്ങൾ വളരേണ്ടതുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ചു നോക്കൂ, മക്കളോടുള്ള കാരുണ്യമെന്ന് കുറഞ്ഞു പോവുകയാണ്. മാതാപിതാക്കളോ അതുപോലെ തന്നെ നമ്മുടെ ഉപ്പമാര് ഉമ്മമാര് അവരോടുള്ള കാരുണ്യം എന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഉമ്മ അത് സ്നേഹത്തിന്റെ കവാടമാണ്, ഉമ്മ അത് സഹനത്തിന്റെ കവാടമാണ്. ആ ഉമ്മ എന്ന് മറന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോൽ ജന്നത്ത് തഖദാ അഖദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാലിലടിയിലാണ് സ്വർഗ്ഗമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു തരുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാവ് കഷ്ടിക്കുന്ന പേരില്, മാതാവ് മുദ്രിക്കുന്ന പേരില്, മാതാവിനെ വീടിന്റെ തടങ്ങളിൽ നിന്ന് മാറ്റിവെക്കുന്ന എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഉമ്മമാര്, അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ പാടില്ല. ഇന്നലെ ജീവിതത്തിലേക്ക് കയറി വന്ന പെണ്ണെന്ന് പറയുമ്പോ നാളെ അവിടുന്ന് ഉമ്മയെ വീട്ടിൽ നിന്ന് അതല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. നമ്മുടെ ഉമ്മ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ പെങ്ങളെ, എൻ്റെ ഉമ്മ നമ്മളൊന്ന് കര ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയേ. കാരണം എന്തേ, അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലെ 3 ആളുകളുടെ ദുആണ് ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നതെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അതിലൊന്ന് ഉമ്മയുടെ ദുആണ്, ഉമ്മയുടെ പ്രാർത്ഥനയാണ്. ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മായെ നമ്മളെ വെറുപ്പിക്കുമ്പോ, ഉമ്മാനെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുമ്പോ, നമ്മുടെ പ്രേമൈരാശ്യത്തിന്റെ പേരില്, പ്രേമത്തിന്റെ പേരില്, സ്നേഹത്തിന്റെ പേരില് ജീവിതത്തിൽ നിന്ന് ഉമ്മായെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. കോടതി വരാതിയിൽ വെച്ചിട്ട് ജഡ്ജി ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, നിന്റെ കാമുകനെ വേണോ അതോ എന്റെ കാമുകയെ വേണോ? നമ്മൾ പറയുന്നത് ഒരേ ഒരു കാര്യമാ. എന്തേ നമ്മുടെ മക്കള് പറയുന്നതെന്താ? ഉമ്മ എനിക്ക് വേണ്ട, ഇത്ര കാലം എന്നെ പോറ്റി വളർത്തിയ, അതായത് തലയിൽ വെച്ചാൽ പേനരിക്കോ താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന പോലെ നമ്മെ പോറ്റി വളർത്തിയ ഉമ്മ. മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ലക്ഷങ്ങളെ വാരിക്കൂട്ടിയിട്ട്, ലക്ഷങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കോടീശ്വരന്മാരുടെ ലക്ഷാധിപതികളുടെ ജീവിതത്തിന്റെ മുന്നിൽ അവരുടെ മുമ്പിൽ പോയിട്ട് തന്റെ തല കുടിച്ച തന്റെ വാപ്പ, തന്റെ ഉമ്മായ തനിക്ക് വേണ്ട, തന്റെ വാപ്പായ തനിക്ക് വേണ്ട, തന്റെ കാമുകന്റെ കൂടെ കാമുകിയുടെ കൂടെ ഒളിച്ചോടി പോകുന്ന പെങ്ങളെ, ഇവിടെ സ്നേഹം കൊടുക്കേണ്ടത് ഉമ്മാക്ക് വേണ്ടിയിട്ടാ, ഉപ്പാക്ക് വേണ്ടിയിട്ടാണ്. ഒരു വീടിന്റെ തളങ്ങളിൽ ജീവിക്കുന്ന ഒരു സഹോദരനുണ്ട്, അതുപോലെ തന്നെ ഒരു ഉമ്മയുണ്ട്. ഇന്നലെ കയറി വന്ന ഒരു ഭാര്യയാണ്. ഭാര്യ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, അല്ല ഭർത്താവേ, ഉമ്മ കാഷ്ടിക്കുന്നുണ്ട്, ഉമ്മ മൂത്രിക്കുന്നുണ്ട്, അതുകൊണ്ട് ഉമ്മായ ഇവിടെ നിർത്താൻ പറ്റില്ല. ഉമ്മായ അവർ കൊണ്ടുപോവുകയാണ് വനാന്തരങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഉമ്മായ അവിടെ കിടച്ചുകയാ. എന്നിട്ടോ അവിടുന്ന് ഉമ്മായ അവിടുന്ന് പിരിഞ്ഞിട്ട് പൊന്നുമോന് മാറി നിൽക്കുകയാ. അങ്ങനെ ആ വഴിയിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെ പോയാലും ഉമ്മയുടെ മുന്നിലാണ് എത്തുന്നത്. എങ്ങനെ പോയാലും ഉമ്മയുടെ മുന്നിലാണ് എത്തുന്നത്. ഏത് വഴിയിലൂടെ പോയാലും ഉമ്മയുടെ മുന്നിലാണ് എത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്, പൊന്നാര ഉമ്മ ആ സഹോദരൻ വിളിച്ചിട്ട് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്. എന്താണെന്നറിയണോ? എന്താ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉമ്മ പറഞ്ഞത്? നീ എന്നെ എടുത്തിട്ട് വനാന്തരങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോ വൃക്ഷങ്ങളിൽ നിന്ന് ഇല ഞാൻ പറിച്ചിരുന്നു. ആ ഇല ഞാൻ പിച്ച് ചീന്തിയിട്ട് ആ വഴിയാത്രയിലൂടെ വഴിത്താറയിലൂടെ ഞാൻ ഇട്ടുവെച്ചിട്ടുണ്ട്. ആ ഇല നോക്കിയിട്ട് നിന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് പോയാൽ മതി എന്നൊരു പൊന്നുമ്മ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഉമ്മയോടുള്ള സ്നേഹം ഇന്നവിടെ പോയി, ഒപ്പായോടുള്ള സ്നേഹം ഇന്നവിടെ പോയി. മാതാപിതാക്കളെ ജീവിതത്തിൽ നിൽക്കുന്നത് തന്നെ നമുക്ക്
നമുക്ക് ക്ഷേമമാണ്. മാതാപിതാക്കൾ ഉണ്ടാകുന്നത് തന്നെ നമുക്ക് മോശമാണ്. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ പീഡികാകൊലായിലേക്ക് ഉമ്മയെ വിളിച്ചെറിയുന്ന എന്റെ പെങ്ങളെ, എന്റെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുണ്ട്, ജീവിതത്തിൽ ഒരുപാട് ആരാധന ചെയ്തിട്ട് കാര്യമില്ല. ലക്ഷങ്ങൾ മുടക്കിയിട്ട് മക്കയിലേക്ക് കടന്നു ചെന്നിട്ട് അവരൊന്ന് ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. മക്കയിലേക്ക് കടന്നു ചെന്നിട്ട് ഹജ്ജ് ചെയ്താൽ ഉംറ ചെയ്താൽ നിന്റെ ജീവിതം തന്നെ അല്ലാഹുവിന് വേണ്ടിയിട്ട് സമർപ്പിച്ചവരായിരിക്കട്ടെ. ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന, വ്രതമനുഷ്ഠിക്കുന്ന, സകാത്ത് നൽകുന്ന, സദഖ നൽകുന്ന ആരുമായി കൊള്ളട്ടെ. പക്ഷേ ജീവിതത്തിൽ ഉമ്മാനെ വെറുത്തവരെ എന്റെ ആരാധന അല്ലാഹു സ്വീകരിക്കില്ല. നിന്റെ വിക്രുകളെ അത് അല്ലാഹു സ്വീകരിക്കില്ല. നീ ചെയ്ത ഉംറയില്ലേ, ഹജ്ജില്ലേ, അത് അല്ലാഹു സ്വീകരിക്കില്ല. നിന്റെ മനസ്സകത്ത് ഉമ്മായോടുള്ള സ്നേഹം വേണേ, വാപ്പായോടുള്ള സ്നേഹം വേണേ. ഒരു അറാബി അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചോ, നബിയേ, ജീവിതത്തിൽ ഞാൻ ആരോടാ ഏറ്റവും കൂടുതൽ ഞാൻ ബന്ധം ചേർക്കേണ്ടത്? ആരോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ബന്ധപ്പെടേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയി, നിന്റെ ഉമ്മയാ. പിന്നെയും ചോദിച്ചു, നബിയേ, ജീവിതത്തിൽ ആരോടാ ഞാൻ ബന്ധപ്പെടേണ്ടത്? ആരോടാ ഞാൻ ബന്ധം ചേർക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയി, നിന്റെ ഉമ്മയാ. പിന്നെയും അറാബി ചോദിച്ചു, പിന്നെ ആരാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ ഉമ്മയാണ്. പിന്നെയും ചോദിച്ചു, നബിയേ, ആരോടാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബന്ധം ചേർക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്റെ വാപ്പയാ. അതുകൊണ്ട് ഉമ്മ, വാപ്പ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരല്ല. ഉമ്മ സ്നേഹത്തിന്റെ കവാടമാണ്. കുഞ്ഞുനാളിൽ നമ്മൾ ജനിച്ചപ്പോ അമ്മിഞ്ഞ പാല് നൽകിയ ഉമ്മ, ആ അമ്മിഞ്ഞ പാല് നൽകിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ എത്തുമോ? നമ്മളിവിടെ പണക്കാരാകുമോ? നമ്മളിവിടെ കോടീശ്വരന്മാരാകുമോ? നമ്മൾ നീ ശ്വാസം നിൽക്കുമോ? ഉമ്മാരുടെ അമ്മിഞ്ഞ പാല് നുകർന്നിട്ട് ജീവിതം തുടങ്ങിയ നമ്മളോ ഉമ്മാനെ മാറ്റി നിർത്തുകയാ. കാട്ടിച്ചപ്പോ ഉമ്മ നീക്കി തന്നതാണ്. നമ്മൾ മൂത്രിച്ചപ്പോ അതുമ്മ നീക്കി തന്നതാണ്. പക്ഷേ ജീവിതത്തിൽ നിന്ന് ഒരു ഇടങ്ങാറില്ലെങ്കിൽ ഉമ്മ എന്തെങ്കിലും പറയുമ്പോ ഉമ്മാനെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഉമ്മിനെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് സ്നേഹം നമ്മൾ കൊടുക്കേണ്ടത് അത് ഉമ്മയാണ്, അത് ഉപ്പയാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഉമ്മയോടുള്ള കാരുണ്യം ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. വാപ്പായോടുള്ള കാരുണ്യം ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. സന്താനങ്ങളോടുള്ള കാരുണ്യം ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കേണ്ടത് ആ സന്താനങ്ങളോടുള്ള കാരുണ്യ, മാതാപിതാക്കളോടുള്ള കാരുണ്യ, അയൽവാസികളോ അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരോ അവരോട് നിന്ന് കാരുണ്യമില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തന്റെ വീട്ടിലൊരു ഭക്ഷണം പാചകം ചെയ്താൽ ആ ഭക്ഷണത്തിൽ നിന്ന് അല്പമെങ്കിലും തന്റെ അയൽവാസിക്ക് കൊടുക്കണമെന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, എന്റെ ഉമ്മ എന്റെ വീട്ടിലേക്ക് കടന്നു വരാറുണ്ടോ നബിയേ? ഞാൻ എന്റെ ഉമ്മയോട് മിണ്ടണോ? ഞാൻ എന്റെ ഉമ്മയോട് ഞാൻ സംസാരിക്കണോ എന്ന് അസ്മാ ബീവി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അസ്മാ, നിന്റെ ഉമ്മ അന്യമതക്കാരിയാണെങ്കിലോ, നിന്റെ ഉമ്മ അന്യമതത്തിൽ പെട്ടവരായിരിക്കുന്നെങ്കിലോ നിന്റെ ഉമ്മയോട് നീ നല്ല വാക്കുകൾ പറയണം അസ്മാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നമ്മളോട് പഠിപ്പിക്കുമ്പോ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്.
കേരളക്കരയിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കൊലപാതകങ്ങള്. ഫൈസൽ എന്ന് പറയുന്ന സഹോദരന് അവിടുന്ന് ആളുകൾ വന്നുകൊണ്ട് വെട്ടിനുറുക്കിയപ്പോ തന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് പള്ളിയിലേക്ക് കടന്നു വന്ന ഫൈസൽ എന്ന പൊന്നുപോലെ നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടോ ആരെല്ലാം വന്നുകൊണ്ട് വെട്ടിനുറുക്കിയപ്പോ ഫൈസൽ എന്ന പൊന്നുമകനെ ആരെല്ലാം വന്നുകൊണ്ട് ഫൈസൽ എന്ന് പറയുന്ന സഹോദരനെ വെട്ടിനുറുക്കിയത് അത് ഈ കേരളക്കരയിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേരളക്കരയിലാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ. മാത്രമല്ല, കർണാടക ജില്ലയിലെ സുള്ളി എന്ന പ്രദേശ നിവാസിയായ, അതായത് കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്ന റിയാസ് മുസ്ലിയാർ, ആ സഹോദരനെ ആരെല്ലാം വന്നുകൊണ്ട് പള്ളിയുടെ അങ്കണത്തിൽ നിന്ന് വെട്ടിനുറുക്കിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ റിയാസ് മുസ്ലിയാരുടെ കഴുത്തിലല്ല കത്തിവെച്ചത്. റിയാസ് മുസ്ലിയാര് കഴുത്തിലല്ല കത്തിവെച്ചത്. അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൈതൃകത്തിലാണ്, ഈ ഭാരതത്തിന്റെ പൈതൃകത്തിലാണ്. ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കടന്നു വന്ന ഒരുപാട് ഒരുപാട് മുസ്ലിം നേതാക്കൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് അലിയെ പോലാത്ത, ഷൗക്കത്ത് അലിയെ പോലാത്ത, ഉമർ ഖാനിയെ പോലാത്ത, റബ്ബുറന്തങ്ങളെ പോലാത്ത ഒരുപാട് ഒരുപാട് നേതാക്കന്മാർ ഈ ഭാരതത്തിലേക്ക്, ഈ കേരളക്കരയിലേക്ക് കടന്നു വന്നിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയപ്പോ ഇവിടെ മതമെന്നില്ല. ഹിന്ദുമതമുണ്ടായിരുന്നു, ക്രൈസ്തവ മതമുണ്ടായിരുന്നു, ബുദ്ധമതമുണ്ടായിരുന്നു, സിഖ് മതമുണ്ടായിരുന്നു. ഇവിടെ എല്ലാ മതങ്ങളും ഒന്നിച്ച് ഇന്ത്യ മഹാരാജ്യത്തില്, ഈ ഇന്ത്യ മഹാഭാരതത്തിന്റെ പൈതൃകത്തെ എല്ലാവരും നഷ്ടപ്പെടുത്തിയപ്പോ ബ്രിട്ടീഷുകാർ കടന്നു വന്നില്ലേ. എന്നിട്ട് ഈ നാടിനെ പറ്റിയിട്ടെന്താ പറഞ്ഞത്? ഗോഡ്സ് ഓൺ കൺട്രി, അഥവാ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ബ്രിട്ടീഷുകാർ വള്ളക്കാർ കടന്നുകൊണ്ടുകൊണ്ട് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി എന്ന ദൈവത്തിന്റെ സ്വന്തം നാടല്ല, പീഡനത്തിന്റെ നാടായി, വ്യഭിചാരത്തിന്റെ നാടായി, മതത്തിലെ ഭേദഗതി വരുത്തുന്നവരുടെ നാടായി മുന്നോട്ട് കടന്നു പോകുമ്പോ തങ്ങളെ അവർ കാണിച്ചു തരുന്നത് പോലെ മുന്നോട്ട് പോകലല്ല. എല്ലാവരോടും സൗഹൃദം, എല്ലാവരോടും സൗഹാർദ്ദം, എല്ലാവരോടും സാഹോദര്യത്തോടുകൂടി സാഗരത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകല. അതാണ് റസൂല് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് അത് ദുനിയാവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കലല്ല. നന്മ, സഹോദര്യ, ഒരു സ്നേഹം, ആ നന്മ ഹൃദയത്തിലേക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് പരലോകത്തിന്റെ മഹ്ശറയുടെ മുമ്പിൽ, സിട്ടാവിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിനരികെ നമ്മൾ നിൽക്കുമ്പോ നന്മയോടുകൂടെ നമുക്ക് സ്വർഗത്തിന്റെ ആരാമത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഹൃദയത്തിൽ നന്മ ഉണ്ടാകേണ്ടതുണ്ട്, നിസ്കാരം ഉണ്ടാകേണ്ടതുണ്ട്, ദിക്ർ ഉണ്ടാകേണ്ടതുണ്ട്, സ്വലാത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ആത്മീയമായ സംഗമങ്ങൾ നാട്ടിലെ മഹല്ലുകളിൽ, അതുപോലെ തന്നെ ഓരോ ആളുകളും ഇന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോ മജ്‌ലിസുന്നൂറിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പിന്തിരിഞ്ഞ് ഓടേണ്ടതല്ല. ആത്മീയമായ സംഗമങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട്. ഒരു ആത്മീയമായ ഒരു ചിന്ത ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതല്ലേ ഇവിടെ മഹാനായിരുന്ന ശംസുൽ ഉലമ, അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ തന്നെ ചെറുശ്ശേരി ഉസ്താദ് ഇവിടെ കാണിച്ചു തന്ന ബഹുലമായ പൈതൃകത്തെ നെഞ്ചേറ്റ് മുന്നോട്ട് കൊണ്ടുപോകലാണ് നമ്മുടെ കടമ. എന്റെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് വെക്കേണ്ടതുണ്ട്. എന്റെ ഇവിടെ ശംസുൽ ഉലമയോ അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദ്, എല്ലാ ആളുകളും ഇവിടെ നല്ല രീതിയിൽ അതുപോലെ തന്നെ നല്ല പാതകൾ നമ്മളിലേക്ക് ഇട്ടുതന്നതാണ്. പക്ഷേ നമ്മൾ സഞ്ചരിക്കുന്നില്ല. അതുകൊണ്ട് പെങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിന്റെ അതുപോലെ തന്നെ ഈ സമസ്തയുടെ അമരക്കാരായിരുന്ന മഹാനായിരുന്ന കോയക്കുട്ടി ഉസ്താദ്, അല്ലാഹു ദറജ ഉയർത്തട്ടെ, അല്ലാഹു ദറജ ഉയർത്തുമാറാകട്ടെ. അങ്കണത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവിടുന്ന് തന്റെ ഖബറിലേക്ക് എപ്പോഴും നോക്കി നിൽക്കാറുണ്ട്. ഇവിടെ ആത്മീയമായ ഓരോ അനുഭൂതി ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നവരെയാണ്. അതുപോലെ തന്നെ തങ്ങളെ പോലാത്ത, അതുപോലെ തന്നെ മഹാനായിരുന്ന തുപ്പേച്ചി ഉസ്താദിനെ പോലാത്ത ഒരുപാട് ഒരുപാട് ഔലിയാക്കള് ആത്മീയമായ ജീവിതം മുന്നോട്ട് നടന്നവരാണ്. പക്ഷേ അവർ നമ്മൾ
ഉസ്താദിനോട് വാഴക്കാട് നിവാസികൾ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, ഉസ്താദേ ഞങ്ങൾക്ക് വെള്ളമില്ല, ഉസ്താദേ ഞങ്ങൾക്ക് ജലമില്ല, അതുകൊണ്ട് മഴ വേണം ഉസ്താദേ. കണ്ണിയത്ത് ഉസ്താദിന്റെ അങ്കണത്തിലേക്ക്, കണ്ണിയത്ത് ഉസ്താദിന്റെ സവിധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആളുകൾ പറയുകയാണ്, മഹാനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തട്ടെ, അല്ലാഹു ദറജ ഉയർത്തുമാറാകട്ടെ. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോ മഹാനായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് തന്റെ കരങ്ങൾ നീട്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, ഇവിടെ ഇവിടെ മഴ പെയ്യിക്കാതെ കണ്ണിയത്ത് ഇവിടുന്ന് എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല, ആകാശങ്ങൾ ഇരുണ്ടില്ലേ, പറയേണ്ട താമസം തോന്നാത്ത അവിടെ പെയ്യുകയാണ്. ഇവർ ആത്മീയമായ ജീവിതം നയിച്ചവരെയാണ്, ഇവർ ജീവിതം അല്ലാഹുവിന് വേണ്ടിയിട്ട് സമർപ്പിച്ചവരെയാണ്. നമുക്കറിയാം ഓരോ നേതാക്കന്മാര്, ഓരോ മഹാന്മാര്, എന്നിട്ടെന്തേ ഇവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. പക്ഷേ ഇവരെ ജീവിതം മുന്നോട്ട് നടന്നത് അല്ലാഹുവിനെ കുറിച്ച് ഓർത്തോ, നമ്മളോ റബ്ബിനെ കുറിച്ച് ഓർത്തില്ല. അവര് ജീവിതത്തിൽ കറാഹത്ത് ചെയ്തിരുന്നില്ല, ഹറാമ് ചെയ്തിരുന്നില്ല. എന്തേ നമ്മൾ ഹറാമ് ചെയ്തു, നമ്മൾ കറാഹത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കിയവരെയാണ്. അതുകൊണ്ട് അവർ അല്ലാഹുവിനെ വിളിച്ചപ്പോ അല്ലാഹു വിളി കേട്ടോ, നമ്മൾ വിളിച്ചപ്പോ അല്ലാഹുവിന്റെ വിളി കേൾക്കാത്തതാ. ഇവിടെ നാട്ടിൽ മഴയില്ല, ഇവിടെ നാട്ടിൽ വെള്ളമില്ല, എല്ലാവരും ക്ഷാമത്തിലാണ്. വെള്ളമില്ലാതെ നമ്മൾ നെട്ടോട്ടം ഓടുകയാണ്. കിണറെല്ലാം പുഴകളെല്ലാം വറ്റിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ എന്തേ ചില സമയങ്ങളിലെല്ലാം മഴ പെയ്യാറുണ്ട്. ചില ആളുകളുടെ ഹൃദയം നന്നായത് കൊണ്ടാണ്. നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധീകരിച്ചാൽ അല്ലാഹു കാരുണ്യം നമ്മുടെ ഇടയിലേക്ക് ഇറക്കി നൽകുന്നതാണ്, ഇറക്കി തരുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, റഹ്മാനായ റബ്ബ് മഴ നൽകുമാറാകട്ടെ, അല്ലാഹു വെള്ളം നൽകുമാറാകട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞത് യഅലമു മൻ ഫിൽ അർളി വയർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുമെന്നാൽ ആകാശത്തുള്ള നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു പോയപ്പോ ഇവിടെ നന്മയില്ലാതെ നമ്മൾ ജീവിക്കുമ്പോ, ഇവിടെ തിന്മ എന്ന പാതയിലൂടെ മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് സിട്ടാവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടവരെയാണ്. നന്മയില്ലാതെ എങ്ങനെയാ കടന്നു പോവുക? ഈ ദിക്റുകള്, ഈ സ്വലാത്തുകള്, ആരാധന, നിസ്കാരം ഇതൊന്നുമില്ലാതെ റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോകുന്ന, ഉമർ തങ്ങൾ പോകുന്ന, അലിയാർ തങ്ങൾ പോകുന്ന സ്വർഗത്തിന്റെ ആരാമത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ നമ്മൾ ദുനിയാവിന് വേണ്ടിയിട്ട് ഒരു താന്തോണിയെ പോലെ നമ്മൾ ജീവിക്കുകയാണ്. എന്തേ ദുനിയാവിനെ പറ്റിയിട്ട് അല്ലാമാ ഇഖ്ബാൽ നമ്മളോട് പറഞ്ഞു പോയത്, ജിന്ദഗി ഇൻസാൻ की है बारंद उशवा शादी परदेटा कोई चमचहाया उग गया. ഇഖ്ബാലിന്റെ വരികളിലൂടെ നമ്മളൊന്ന് ചേർത്തൊന്ന് വായിക്കേണ്ട പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, അല്ലാമാ ഇഖ്ബാൽ പറയുന്നത് ജിന്ദഗി ഇൻസാൻ की है बारंद उशवा शादी परदेटा कोई चमचहाया उग गया. പാറിപ്പറന്നു വരുന്ന പറവയില്ലേ, ആ പക്ഷിയില്ലേ, പാറിയിട്ട് പറന്നു വന്നിട്ട് ഒരു മരച്ചെല്ലയിൽ ഇരുന്നു കൊണ്ട് പാട്ടുപാടി പറന്നു പോകുന്നത് പോലെയാണ് ഒരു മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതമെന്ന അല്ലാമാ ഇഖ്ബാലിന്റെ വരികൾ നമ്മെ ഉണർത്തുമ്പോ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്, ദുനിയാവല്ല നമുക്ക് ശാശ്വത. ദുനിയാവ് അഥവാ ശാശ്വതമാകുമായിരുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ദുനിയാവ് ഇതെപ്പോഴും തീരാ,
നമ്മുടെ ആയുസ് എപ്പോഴും തീരാ. മലക്കുൽ മൗത്ത് അസ്രായീൽ നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അത് എപ്പോഴും പിടിച്ചു കൊണ്ടുപോകാം. അതുകൊണ്ട് പെങ്ങളെ, സിത്താവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടവരെയാണ്. ഒരു ലോകത്തിന് പിറവി കൊടുക്കുമ്പോൾ നാളെ വരാനുണ്ട്, അന്ത്യനാള് അടുക്കാനുണ്ട്. ആ അന്ത്യനാള് വരുന്നത് എങ്ങനെയാ? മഹാനായ ഇസ്രാഫീൽ സ്വർണ്ണ കകളത്തിലൂതും. പിന്നെ ഒരു പുതിയ ലോകത്തിനൊരു പിറവി കൊടുക്കുകയാണ്. ലോകത്തിലെ എല്ലാ ആളുകളും മരണപ്പെടും, എല്ലാ ആളുകളും മരിച്ചു പോകും. അങ്ങനെ ഇസ്രായേലിനോട് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമത്രേ, ഇനി ആരാ ബാക്കിയുള്ളത്? ഇസ്രായേൽ റബ്ബിനോട് പറയുമത്രേ, അല്ലാഹ് ജിബ്രീൽ വ മീകായിൽ വ ഇസ്രാഫീൽ വ അന യാ അല്ലാഹ്. അല്ലാഹുവേ, ജിബ്രീലുണ്ട്, മീകായിലുണ്ട്, ഇസ്രാഫീലുണ്ട്, പിന്നെ ഞാനുമാണ് അല്ലാഹ് എന്ന് ഇസ്രായേൽ എന്ന് പറയുമ്പോ അല്ലാഹു പറയുന്നു, ജിബ്രീലിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ. ജിബ്രീലിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. ജിബ്രീലിന്റെ റൂഹ് പിടിക്കുകയാണ്. അങ്ങനെ ജിബ്രീൽ അവിടെ നിന്ന് അട്ടഹസിക്കുകയാ. ജിബ്രീൽ പറഞ്ഞു പോ, യാ അല്ലാഹ് ഹബ്ബിബ് അലൈനാ സഖറാത്തുൽ മൗത്ത്. മരണവേദന ലഘൂകരിച്ചു തരണേ അല്ലാഹ്, മരണവേദന ലഘൂകരിച്ചു തരണേ അല്ലാഹ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു പോയിട്ടില്ലേ, ഇന്നലിൽ മൗതി സഖറാത്ത്, അതായത് മരണത്തിന് വേദനയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് അവസാന നാളിൽ അസ്രായീൽ കടന്നു വരികയാണ്, റൂഹ് പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പിടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞിട്ട് കരഞ്ഞ് അസ്രായീലിനോട് പറയുകയാണ്, അസ്രായീൽ മെല്ലെ വലിക്ക് അസ്രായീൽ. അസ്രായീൽ പറയുന്നു, നബിയേ, വെണ്മയിൽ നിന്ന് ഒരു നാര് വലിക്കുന്നത് പോലെ നേർമമായ രീതിയിലാണ്, ഒരു നൂല് വലിക്കുന്നത് പോലെ നേർമമായ രീതിയിലാണ് അങ്ങയുടെ റൂഹ് പിടിക്കുന്നത് എന്ന് ഇസ്രായീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന് കാഠിന്യമുണ്ട്. അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന അസ്രായീൽ അവിടുന്ന് അസ്രായീലിനോട് മീകായിലിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. മീകായിലിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോ മീകായിലും അവിടുന്ന് അട്ടഹസിക്കുമത്രേ. പിന്നെ ഇസ്രാഫീലിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോ മലക്കുൽ മൗത്ത് ഇസ്രാഫീലിന്റെ റൂഹും പിടിക്കുന്നു. അല്ലാഹു ചോദിക്കും, പിന്നെ ആരാണ് അസ്രായീൽ? ലോകത്ത് ആരാ ബാക്കിയുള്ളത്? ലോകത്ത് എല്ലാം തകർന്നടിഞ്ഞ്, കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞ്, അതുപോലെ തന്നെ എല്ലാം തകർന്നടിഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ അത്ഭുതങ്ങളായിട്ട്, അതുപോലെ തന്നെ ലോകത്തിന്റെ അത്ഭുതങ്ങളായിട്ട് നമ്മൾ കാണുന്ന താജ്മഹലിനെ പോലോത്ത്, കുത്തബ് മിനാറിനെ പോലോത്ത്, അതുപോലെ തന്നെ ബുർജ് ഖലീഫയെ പോലോത്ത് ഒരുപാട് കെട്ടിടങ്ങൾ, അമ്പരച്ചുംബികളായ ഒരുപാട് കോട്ടകൊത്തളങ്ങൾ ഇന്ന് ലോകത്ത് ഓരോന്നും ഇന്ന് നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോ ആ കെട്ടിടങ്ങളെല്ലാം ഇല്ലാതെയാകും. ഇല്ലാതെയാകുന്ന ഒരു നാള് വരാറുണ്ട്. 1999 ഏപ്രിൽ 2, അതായത് തുർക്കിയിലൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു. 46,000-ഓളം വീടുകളാണ് ഇല്ലാതെയായി പോയത്. എത്രയോ ആളുകളാണ് മരിച്ചു വീണത്. ഇവിടെ കോടികൾ നഷ്ടമുണ്ടായി, ലക്ഷങ്ങൾ നഷ്ടമുണ്ടായി. ഇവിടെ എല്ലാം തകർന്നു പോയി. അതുകൊണ്ട് ഇങ്ങനെ ഒരു നാള് വരാറുണ്ട്. എന്റെ ശങ്കരക്കുറുപ്പ് പറഞ്ഞു പോയത്, അമ്പരമധ്യേ തിളങ്ങുമോരാദിത്യ, ബിംബവും കെട്ടുപോയെങ്കിലാവട്ടെ, അക്കരെ ഊതിപ്പിടിപ്പിച്ച മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി. ജി ശങ്കര
കുറിപ്പിന്റെ വാക്കുകളിലൂടെ നമ്മളൊന്ന് നമ്മുടെ വാക്കിനെ നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇവിടെ ഖിയാമത്ത് നാൾ കടന്നു വരാനുണ്ട്. എല്ലാ തകർന്നടിയുന്നതാണ്. ഒരു നാസക്ക് പോലും ഇവിടെ ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ അല്ലാഹുവിന്റെ മാത്രമാണ്, അത് സിദ്ധാവിന്റെ മാത്രമാണ് ഇതറിയുക. എല്ലാവരും മരിക്കുന്നു. ഇസ്രായേലിന്റെ റൂഹ് അവിടുന്ന് പിടിക്കുകയാണ്. 40 വർഷത്തിന്റെ ബ്രേക്ക് ഉണ്ടെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. 40 വർഷത്തിന്റെ ബ്രേക്ക്, ഒരു കാലയളവ്, അതായത് ഒരു സമയം അവിടുന്ന് 40 വർഷം വെറുതെ ആരും അന്ന് ജീവിക്കില്ല, ഒന്നും ഉണ്ടാകില്ല. 40 വർഷത്തിന് ശേഷം ഇസ്രായേലിനെ തട്ടിയുണർത്തുകയാണ് ഇസ്രാഫീലിനെ തട്ടിയുണർത്തുകയാണ് അല്ലാഹ്. ഇസ്രാഫീലിനെ തട്ടി ഉണർത്തിയിട്ടോ ഇസ്രാഫീലിനോട് സ്വർണ്ണക്കാകളത്തിലെ രണ്ടാമതായിട്ട് ഊതാൻ പറയുകയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ഒരുപാട് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഖിയാമത്ത് നാളിന്റെ ഒരുപാട് അനന്തരങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ സ്വർണ്ണക്കാകളത്തിൽ രണ്ടാമതായിട്ട് ഊതുമ്പോ എല്ലാവരും കബറിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പിന്നെ മഹ്ശറ, പിന്നെ പരലോകം. എന്തേ മഹ്ശറ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. അല്ലാഹുവിന്റെ റസൂൽ ചൂണ്ടിക്കാണിച്ചത് ശാമിലേക്കാണ്. ഇവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ബാരിക് ഫീ ശാമിനാ, അല്ലാഹുമ്മ ബാരിക് ഫീ യമരിനാ. അല്ലാഹുവേ, യമരിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ ശാമിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രാർത്ഥിച്ചില്ലേ? അതുകൊണ്ട് ചിലപ്പോൾ ശാമിലായിരിക്കുക. ആ മഹ്ശറ താഴ്ചയില്ല, ഉയർച്ചയില്ല, പച്ചപ്പരവതാനികളില്ല, ഒന്നുമേ ഇല്ലാത്ത വിജനമായ പ്രദേശത്ത് എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന മഹ്ശറ. എല്ലാവരും നഗ്നരാ. ആയിഷ ബീവി ചോദിച്ചില്ല നബിയേ, എല്ലാവരും നഗ്നരായിരുന്നുവെങ്കിലും ആണും നഗ്നരല്ലേ, അതുപോലെ തന്നെ പെണ്ണും നഗ്നരല്ലേ, എല്ലാ ആളുകളും നഗ്നരല്ലേ? എന്നാൽ നബിയേ, അവർ ഔറത്തിലേക്ക് നോക്കില്ല നബിയേ. ആയിഷ ബീവി ഇവിടുന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല ആയിഷ, ആരും തന്നെ തന്റെ ഔറത്തിലേക്ക് നോക്കില്ല ആയിഷ, നോക്കില്ല ആയിഷ. ആരും തന്റെ ദേഹത്തിലേക്ക് നോക്കില്ല ആയിഷ, ശരീരത്തിലേക്ക് നോക്കില്ല ആയിഷ. അവന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്തുകൊണ്ട്, അവന് രക്ഷപ്പെടാൻ ഓർത്തുകൊണ്ട് അവൻ ജീവിക്കുകയാണ്, അവൻ മുന്നോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് ആയിഷ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഔറത്തിലേക്ക് ആയിഷ. എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. ആ മഹ്ശറയില്, ആ അന്ത്യനാൾ കടന്നു വന്നിട്ട് എല്ലാവരും മഹ്ശറയിലേക്ക് പോകുമ്പോ ഒരാളുടെ കഴുത്ത് ഉയർന്നു കാണുമത്രേ. റസൂല് പറഞ്ഞു, ഒരാളുടെ കഴുത്ത് ഉയർന്നു കാണും. അത് പള്ളി വിനാരങ്ങളിൽ വെച്ചുകൊണ്ട്, പള്ളി വിനാരങ്ങളിൽ ബാങ്ക് ഉയർത്തിയ, അതായത് ബാങ്ക് കൊടുത്ത ആളുകളുടെ കഴുത്ത് നാളെ ഉയർന്നു കാണുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയുണ്ട്. മഹ്ശറയിലേക്ക് ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് കടന്നു വരുന്നത്. ഞാൻ എന്റെ വാക്കുകളെ നീട്ടിക്കൊണ്ടു പോവുകയല്ല. ആ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ, ആ മഹ്ശറയിലേക്ക് ഓരോരുത്തരും ഓരോ സ്റ്റേജിലാണ് കടന്നു വരിക. അറിയാം, സകാത്ത് കൊടുക്കാത്ത ആളുകളുടെ അവസ്ഥ, അതുപോലെ തന്നെ സംഭാവന അർപ്പിക്കാത്ത ആളുകളുടെ അവസ്ഥ. അന്റെ റസൂല് പറയുന്നു, സകാത്ത് കൊടുക്കാത്ത ആളുടെ അവസ്ഥ, സംഭാവന നൽകാത്ത ആളുകളുടെ അവസ്ഥ, സകാത്ത് ജീവിതത്തിൽ കൊടുക്കാത്തവന്റെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. പരിശുദ്ധ
കടന്നു വന്നവരാണ്. ജീവിതത്തില് തന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാകട്ടെ, ഒരു പെണ്ണാകട്ടെ, അല്ലെങ്കിൽ ഒരു സഹോദരിയാകട്ടെ, ആരുമായി കൊള്ളട്ടെ, അവർക്കൊരു സകാത്ത് നൽകാൻ അല്ലെങ്കിൽ ഒരു രൂപ പോലുമെങ്കിലും നമ്മുടെ ഇടയിൽ നിന്ന് കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നില്ല. അങ്ങനത്തെ ആളുകള്, സകാത്ത് കൊടുക്കാത്ത ആളുകള്, സമ്പത്തുണ്ട് എന്നാലോ സകാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, പക്ഷേ അവർ സകാത്ത് കൊടുക്കുന്നില്ല. അങ്ങനത്തെ ആളുകളുടെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നാളെ മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ അവന്റെ കഴുത്തിൽ ഒരു സർപ്പം ഉണ്ടാകുമത്രേ. ആ സർപ്പം അവനെ കൊത്തിക്കൊണ്ടിരിക്കുമത്രേ. അവന്റെ കഴുത്തിൽ ആ സർപ്പം ഉണ്ടാകുമത്രേ. അതവന്റെ സമ്പത്താണ്, അതവന്റെ സമ്പത്താണ്. ഷഹീദായ ആളുകള്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരാ രീതിയിലാണ് മഹ്ശറിലേക്ക് കടന്നു വരിക. പിന്നെ മുഅ്മിനീങ്ങളെ, ഉംറ ചെയ്തിട്ട് ഹജ്ജ് ചെയ്യുമ്പോ മരണപ്പെട്ട ആളുകളില്ലേ, ഇഹ്റാമിലായിരിക്കെ മരണപ്പെട്ട ആളുകളില്ലേ, അവരും കടന്നു വരുന്നത് അതേ രീതിയിലാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്, ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സിറ്റാവിന്റെ മുന്നിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ചോദ്യങ്ങൾ ചോദിക്കാതെ മുന്നോട്ട് നമ്മളെ കടത്തിവിടുകയില്ല. 4 ചോദ്യങ്ങൾ അല്ലാഹു ചോദിക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു ഒന്നാമതായിട്ട് ചോദിക്കുന്നത് ഇതാ, ആയുസ് നീ എന്തിനു ചിലവഴിച്ചു? ആയുസ് നീ എങ്ങനെ ചിലവഴിച്ചു? എന്തിനു വേണ്ടിയിട്ടാം? പറയാൻ പറ്റുമോ? ആർഭാടങ്ങൾക്കും ആഭാസങ്ങൾക്കും നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ മാറ്റി വെക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ചു നോക്കൂ. പഞ്ചനേരങ്ങളിൽ കുതിച്ചുകൊണ്ട് റബ്ബിലേക്കൊന്ന് കരം നീട്ടാൻ എന്റെ പങ്ങന്മാർക്ക് ആകുന്നില്ല. എന്തേ ഇവിടെ നമ്മള് ഇത്തരം അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മഗ്‌രിബിന്റെ സമയത്ത് എന്റെ ഉമ്മമാർക്കൊരു പതിവുണ്ടായിരുന്നു. തസ്ബീഹ് മാല എടുത്തിട്ട് തസ്ബീഹ് മാലയുടെ മണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ദിക്റിന്റെ മന്ത്രധ്വനികൾ തന്റെ നാവിലൂടെ ഉരുവിട്ടിരുന്ന ഒരു ഉമ്മാമാര്, ഒരു ഉപ്പാപ്പമാര് ഈ കാലയളവിലുണ്ടായിരുന്നു, കഴിഞ്ഞ കാലയളവിലുണ്ടായിരുന്നു. ഇപ്പോഴും ചിലരുണ്ട്. പക്ഷേ ഇന്നത്തെ ഉമ്മ, ഇന്നത്തെ ഉപ്പ മഗ്‌രിബിന്റെ സമയത്ത് തസ്ബീഹ് മാല എടുക്കാൻ ടിവിയുടെ മുമ്പിൽ നിന്നിട്ട് സീരിയൽ നടിമാരെയും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ വേവലാതികൾ നമ്മൾ കേൾക്കുകയാണ്, അവരുടെ വിഷമങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. എന്നിട്ടോ നമ്മൾ സങ്കടപ്പെടുന്നു, നമ്മളും വേവലാതിപ്പെടുന്നു. ഇവിടെ നമ്മൾ കരയേണ്ടതാ അത് കാഫിര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, റബ്ബിന് വേണ്ടിയിട്ടാണ്, സിറ്റാവിന് വേണ്ടിയിട്ടാണ്, അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കരയേണ്ടത്. ഞാനൊരിക്കലും എറണാകുളം ജില്ലയിലേക്ക് ഒരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് കടന്നു ചെല്ലുകയാണ്. എറണാകുളം ജില്ലയിലൂടെ കൊച്ചിയുടെ ഹൈവേയിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനുമൊത്ത് സഞ്ചരിക്കുകയായിരുന്നു. ഒരു സഹോദരന് കാല് 2 കാലല്ല വെച്ച് നടക്കുന്ന ഒരു സഹോദരന് തന്റെ ഫുട്പാത്തിലുണ്ടാകുന്ന ആ ഫുട്പാത്തിലും ഹൈവേയിലുണ്ടാകുന്ന ആ ഫുട്പാത്തിലേക്ക് വേച്ച് കടന്നു വന്നിട്ട് അവിടെ നിന്നിട്ട് ഒരു മുസല്ല വിരിച്ചിട്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് കൈ നീട്ടുന്ന, അല്ലാഹുവിന് വേണ്ടിയിട്ട് കൈ കെട്ടുകയാണ്, നിസ്കരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ കരമുയർത്തിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ഇതാണ് ജീവിതത്തിൽ വേണ്ടത്, ഇതാണ് ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. അതല്ലാതെ നമ്മൾ സീരിയൽ നടിമാരെ സ്നേഹിക്കല്ല, സീരിയൽ നടിമാരെ പ്രേമിക്കല്ല. നമുക്കറിയാം, വീട്ടിലേക്ക് കടന്നു വന്നാലും ഒരു ഭാര്യ, ഒരു ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നാൽ അവർ പറയും ജോലിയും അതുപോലെ തന്നെ കച്ചവടം കഴിഞ്ഞു വന്നിട്ടും വീട്ടിലേക്ക് കടന്നു വന്നാൽ ഭാര്യയോട് പറയും ഭക്ഷണം എടുത്തു വെക്കാൻ. ഭാര്യ ഇവിടെ ടി വിയിലായിരിക്കും. ഭാര്യ പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട്. ഭാര്യ പറയും 8:30 ഒരു സീരിയൽ ഉണ്ട്, അത് 9 മണിക്ക് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം.
8:30 ഒരു സീരിയലുണ്ട്, അത് 9 മണിക്ക് അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ക്ലൈമാക്സ് കളയാൻ പറ്റില്ല. അവള് തൂങ്ങി മരിക്കുക, അവൾ കൊലപാതകം ചെയ്യുക, എന്തെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് അതിന്റെ ക്ലൈമാക്സ് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ പോയേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര് ഇത്തരം അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മളാണ് നോക്കേണ്ടത് നമ്മുടെ ബന്ധപ്പെട്ടവര്, നമ്മുടെ കുടുംബക്കാര് എല്ലാവരും ഒത്തൊരുമയോടുകൂടെ റബ്ബിനേക്കാണ് മടങ്ങേണ്ടത്, സിതാവിലേക്കാണ് മടങ്ങേണ്ടത്. നമ്മുടെ ഭാര്യ വീടിന്റെ പണങ്ങളിൽ നിന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത് പാടില്ല പെങ്ങളെ, അത് പാടില്ല എന്റെ പ്രിയതമേ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അഥവാ ഭാര്യ ആരാധനയിലാണ്, ഭർത്താവ് എല്ലാവരും വിചാരത്തിനും പീഡനത്തിനും അതുപോലെ തന്നെ കള്ളുകുടിയനുമാണെങ്കിൽ ഭാര്യ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ. ഇങ്ങനെ ഒരുപാട് സമയങ്ങൾ നൽകിയ നാഥന്മാരെ സിതാവിന്റെ മുമ്പില് അല്ലാഹു സുബ്ഹാനഹു വ തആല സിതാവ് നമ്മളോട് ചോദിക്കുകയാ, ആയുസ് എന്തിന് ചിലവഴിച്ചു പറയാൻ കഴിയണം. രാവുകൾ ഉണ്ടായിരുന്നു റബ്ബേ, നിനക്ക് വേണ്ടിയിട്ട് ജീവിച്ചവരാണ്, നിസ്കാരത്തിൽ അർപ്പിച്ചവരാണ്, ആരാധനയിലായിട്ട് ദിക്റിലൂടെ സ്വലാത്തിലൂടെ ജീവിതം ഞങ്ങൾ മുന്നോട്ട് പോയവരാ റബ്ബേ. പകലുകൾ ഉണ്ടായിരുന്നു, മറ്റുള്ളവർ ക്രിക്കറ്റ് മൈതാനത്തിലൂടെ ക്രിക്കറ്റ് കളി കാണാറ്, അതുപോലെ തന്നെ ഫുട്ബോൾ മൈതാനത്തിൽ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി കിട്ടുപോയപ്പോ രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സുജൂദ് ചെയ്തതാണ്. പകലുകളുണ്ടായിരുന്നു എല്ലാവരും ഓരോ തിന്മയും ചെയ്തുകൊണ്ടിരിക്കുമ്പോ പട്ടണത്തിലെ ടൗണിലെ ഓരോ പീഡിക കൊലായിരുന്നു കൊണ്ട് യേശുവിനെ മറ്റുള്ളവന്റെ പച്ച ഇറച്ചി ഭക്ഷിച്ചപ്പോ അല്ലാഹുവേ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വ്രതമനുഷ്ഠിക്കുന്നവനായിരുന്നു, ഞാൻ നോക്കുന്നവനായിരുന്നു. റബ്ബിനോട് നമുക്ക് പറയാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ രണ്ടാമതായിട്ട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, യുവത്വം നീ എങ്ങനെ ചിലവഴിച്ചു, യുവത്വം നീ എങ്ങനെ മുന്നോട്ട് പോയി. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വിരീതൻ ഇവിടെ വാങ്ങുക, തൗഫീഖ് നൽകുമാറാകട്ടെ. യുവത്വം എങ്ങനെ നീ ചിലവഴിച്ചു, യുവത്വത്തിന്റെ പ്രസരിപ്പില് നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മള് ജീവിതം മാറ്റിവെച്ചവരാണ്. ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞുകൊണ്ട്, കൂട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് കഞ്ചാവിലേക്ക് അടിമപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ചു നോക്കൂ, വിദ്യാലയങ്ങളിലെ കോളേജുകളിലെ വരാന്തരയിൽ പ്രേമനൈരാശ്യത്തിന്റെ പേരില് അവളുടെ തട്ടം കാണാൻ വേണ്ടിയിട്ട്, അവളുടെ മൊഞ്ച് കാണാൻ വേണ്ടിയിട്ട് ജീവിതത്തെ മാറ്റിവെക്കുകയാ. ഇവിടെ നമ്മൾ അതല്ല ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ അതല്ല ഓർക്കേണ്ടത്. മദീനയുടെ ആ താഴ്വാരങ്ങളിലേക്ക് കടന്നു വരികയാണ്. താഴ്വാരങ്ങളിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല കടന്നു വരുമ്പോ കുടയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാ, ആരോ എന്തോ പാട്ടുപാടുകയാ. ഉമർ ഞങ്ങൾ വന്നുകൊണ്ട് തന്റെ കാതൊന്ന് കൂർപ്പിച്ചു നോക്കി, എന്തേ പറയുന്നത്, എന്തേ പാടുന്നത് എന്ന് പറയുകയാ. ഈ രാത്രി എന്തേ ഒന്ന് പകരാകാത്തത്, എന്തേ ഈ രാത്രി എന്തേ ഒന്ന് നേരം വിളിക്കാത്തത്, എന്തേ കിഴക്കൻ ചക്രവാളത്തിൽ എന്തേ സീമയുദിക്കാത്തത് എന്നാ പെണ്ണ് പറയുകയാണ്. എന്റെ ഭർത്താവ് എന്റെ കൂടെ ഇല്ലല്ലോ. പിന്നെ രണ്ടാമതായിട്ട് പെണ്ണവളൊന്ന് പാടുകയാ, എന്തേ അല്ലാഹുവിനെ എനിക്ക് പേടിയില്ലായിരുന്നുവെങ്കിൽ, എന്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, അങ്ങ് ആ താഴ്വാരങ്ങളിൽ ആട്ടിൻപറ്റങ്ങളെ പോറ്റുന്ന ആട്ടിടയന്മാരോടൊപ്പം ഞാൻ എന്റെ കട്ടില് ചലിക്കുമായിരുന്നു, എന്റെ കിടപ്പറ ചലിക്കുമായിരുന്നു എന്ന് ഒരു പെണ്ണ് അല്ലാഹുവിനെ കുറിച്ച് പേടിച്ചുകൊണ്ട്, സിതാവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് യുവത്വം അത് നമുക്ക് ഉശിരുള്ള കാലഘട്ടമാണ്. നമുക്ക് നമ്മൾ വിചാരിക്കുമ്പോഴോ വൃദ്ധയായിരിക്കുന്ന കാലഘട്ടത്തില് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന്. എന്നാൽ എന്റെ പെങ്ങളെ, യുവത്വമില്ലേ, ആരോഗ്യമില്ലേ, ആരോഗ്യം തുളുമ്പുന്ന കാലഘട്ടമില്ലേ, ആ കാലഘട്ടം റബ്ബിന്റെ പ്രീതിയിലായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ,
രണ്ടാമതായിട്ട് നബി തങ്ങൾ പറഞ്ഞതെന്താ? യുവത്വ കാലഘട്ടമില്ലേ, അത് അല്ലാഹുവിന് വേണ്ടിയിട്ട് സമർപ്പിച്ച, അല്ലാഹുവിന് വേണ്ടിയിട്ട് ജീവിച്ച ആളുകൾക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സത്താവായ തമ്പുരാൻ നാളെ സത്താവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. സിട്ടാവ് ചോദിക്കുകയാണ്. സിട്ടാവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടവരാണ്. അല്ലാഹു ചോദിക്കും, ധനം നീ എങ്ങനെ സമ്പാദിച്ചു? ഇവിടെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ പാവങ്ങളെ സഹായിക്കാൻ പല അവസരങ്ങളും കിട്ടിയിരുന്നു. പക്ഷേ ആ അവസരങ്ങളിൽ നീ പാവപ്പെട്ടവരെ സഹായിച്ചില്ല. ആ പാവപ്പെട്ടവനൊരു അതാണിയായ ഒരു തണലായി മാറിയില്ല. ഇവിടെ ഒരുപാട് ആത്മീയ സംഗമങ്ങളില് ഒരുപാട് സംഭാവനകൾ നീ ഒന്നും അർപ്പിച്ചില്ല. അതുകൊണ്ട് പെങ്ങളെ ധനമെങ്ങനെ സമ്പാദിച്ചെന്ന് അല്ലാഹു ചോദിക്കുമത്രേ. നാലാമതെന്താ? അറിവ് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു? ഒരുപാട് അറിവുണ്ടായിരുന്നു. പള്ളിക്കുടങ്ങളിൽ ചെന്ന് നമ്മൾ പഠിച്ചവരാണ്, മദ്രസയിൽ ചെന്ന് നമ്മൾ പഠിച്ചവരെയാണ്, നിസ്കരിക്കാൻ പഠിച്ചവരെയാണ്, എല്ലാം നമ്മൾ പഠിച്ചവരെയാണ്. അറിവുണ്ട്. ആ അറിവ് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു? അറിവുണ്ടായിട്ട് നീ എന്താണ് പ്രവർത്തിച്ചത്? അല്ലാഹു ചോദിക്കില്ലേ? ഇവിടെ നാട്ടിൽ ഓരോ ആളുകൾ വന്നുകൊണ്ട് അത് പറഞ്ഞു തന്നതാണ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ ഉൾക്കൊള്ളാൻ ആരും അവിടെ നിന്ന് തയ്യാറായില്ല. എല്ലാ ആളുകളും വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ്. അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകൊണ്ട് അറിവ് കിട്ടി, എന്നിട്ട് ജീവിച്ചില്ല. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുമത്രേ, അറിവ് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു എന്ന്. ഈ 4 ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരടി മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സിത്താവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്. സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്ക് നമുക്ക് പക്ഷികളെ പോലെ, പറവുകളെ പോലെ, പൂമ്പാറ്റകളെ പോലെ പാറി പറക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഒരുപാട് പാവപ്പെട്ട രോഗികളായ ആളുകളെ സഹായിക്കുകയും അവർക്കൊരു തണലായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരുപറ്റം യുവാക്കൾ. റഹ്മാനായ തമ്പുരാൻ അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. രാജസീതായ തമ്പുരാൻ മലിക്കുൽ ജബ്ബാറായ നാഥ, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ ഉസ്താദുമാര്, റഹ്മാനായ തമ്പുരാനെ, അല്ലാഹുവേ, നീ ആയുസ് നൽകണേ. അല്ലാഹ് ആഫിയത്ത് നൽകണേ തമ്പുരാനെ, ആഫിയത്ത് നൽകണേ. അല്ലാഹ് റഹ്മാനായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ, ഞങ്ങളെ ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ ഉപ്പമാർ, ഞങ്ങളുടെ ഉമ്മമാർ, റഹ്മാനെ, അല്ലാഹുവേ, നീ ഖബർ വിശാലമാക്കണേ. അല്ലാഹ് സ്വർഗ്ഗപൂന്തോപ്പാക്കണേ. അല്ലാഹ് സ്വർഗ്ഗപൂന്തോപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രാജസീതായ തമ്പുരാനെ, അല്ലാഹ് ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകൾ നീ മാപ്പാക്കണേ തമ്പുരാനെ. പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്, പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്, പൊരുത്തപ്പെട്ടു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. റബ്ബേ, കീറി മുറിക്കുന്ന അവസ്ഥ വരുത്തല്ല നാഥ, അപകടത്തിലാക്കല്ല റബ്ബേ. റബ്ബേ റഹ്മാനേ, ക്യാൻസർ പോലോത്ത, ട്യൂമർ പോലോത്ത, ഹൃദയ സംബന്ധമായ, കിഡ്നി സംബന്ധമായ അല്ലാഹുവേ രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ, കാക്കണേ അല്ലാഹ്, കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾ മഹ്ശറ മൻസബയില് അല്ലാഹുവേ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിലിരിക അല്ലാഹ്.
സ്വർഗത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കാൻ അല്ലാഹുവേ വലത് കിതാബ് മുന്നിൽ വലത് കിതാബ് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ആരാമത്തിലേക്ക് പാറി പറക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ ഞങ്ങൾ പാപികളാ അല്ലാഹ് ഞങ്ങൾ ദോഷികളാ തമ്പുരാനെ റബ്ബേ ചൂടിന്റെ താപമേറ്റുകൊണ്ട് ഞങ്ങൾ പരലോകത്ത് ഞങ്ങൾ അവിടെ നിലകൊള്ളുമ്പോ റബ്ബേ അരിശിന്റെ തണൽ നൽകണേ അല്ലാഹ് അരിശിന്റെ തണൽ നൽകണേ അല്ലാഹ് റബ്ബേ ഞങ്ങളുടെ തൊണ്ട വരണ്ടുണങ്ങിയിട്ട് ഞങ്ങൾ നെട്ടോട്ട് പോടുന്ന വൈസറ അല്ലാഹ് ഹൗദുൽ കൗസർ പ്രദാനം ചെയ്യണേ റബ്ബേ പ്രദാനം ചെയ്യണേ അല്ലാഹ് പ്രദാനം ചെയ്യണേ റബ്ബേ സിറാജ് ബാല മിന്നൽ വേഗതയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ അല്ലാഹുവേ വിവാഹ പ്രായവ്യത്യം യുവാക്കളുണ്ട് യുവതികളുണ്ട് റഹ്മാനേ സ്വാലിഹായ ഇണകളെ നൽകണേ അല്ലാഹ് റബ്ബേ റഹ്മാനേ 4, 3, 5 വർഷങ്ങളായിട്ട് സന്താന ഭാഗ്യമില്ലാത്ത ആളുകളാ റബ്ബേ സന്താനങ്ങളെ നൽകണേ അല്ലാഹ് മക്കളെ നൽകണേ അല്ലാഹ് മക്കളെ നൽകണേ റബ്ബേ റഹ്മാനേ അല്ലാഹ് പാതിരാവിലെ പാപികള് കരമുയർത്തിക്കൊണ്ട് ചോദിക്കുകയാ ഞങ്ങളുടെ ദുആയിനെ തട്ടിക്കളയല്ല അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ റബ്ബേ അല്ലാഹ് ഞങ്ങൾ ഇന്നല്ലെങ്കിൽ ഞങ്ങൾ നാളെ അല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു ചെല്ലേണ്ടവരാണ് ആരുടെ മണ്ണിലേക്ക് ഞങ്ങൾ മരിച്ചു ചെല്ലുമ്പോ റബ്ബേ മലക്കുകൾ അവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ് റബ്ബേ അല്ലാഹ് ഖബറിന്റെ ഇടുക്കത്തെ തൊട്ട് കാക്കണേ അല്ലാഹ് കാക്കണേ റഹ്മാനേ അല്ലാഹുവേ കാക്കണേ അല്ലാഹ് റബ്ബേ ഞങ്ങൾ മരണപ്പെട്ട ആളുകളെ ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ് റഹ്മാനേ അല്ലാഹുവേ ഈ റജബിൽ ഞങ്ങൾ തേടുകയാണ് അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഅനാ ശഹ്റ റമദാൻ അല്ലാഹ് ആ റജബിലാണ് ഞങ്ങൾ കരമുയർത്തുന്നത് അല്ലാഹ് ഞങ്ങളുടെ ദുആയിനെ തട്ടിക്കളയല്ല റഹ്മാനേ തട്ടിക്കളയല്ല അല്ലാഹ് ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനേ ഞങ്ങളുടെ ദുആയിനെ സ്വീകരിക്കണേ അല്ലാഹ് തട്ടിക്കളയല്ല റഹ്മാനേ റബ്ബേ പ്രസവമെത്തിയ സഹോദരിമാരുണ്ട് പെങ്ങന്മാരുണ്ട് അല്ലാഹ് സുഖപ്രസവം നൽകണേ അല്ലാഹ് സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ് കച്ചവടത്തിന് ബർക്കത്ത് നൽകണേ അല്ലാഹ് റബ്ബേ തൊഴിലിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ സമ്പത്തിന് അഭിവൃദ്ധി നൽകണേ അല്ലാഹ് തൊഴിലില്ലാത്തവർക്ക് സ്വാലിഹായ അല്ലാഹുവേ നല്ല തൊഴിൽ നൽകണേ അല്ലാഹ് നല്ല തൊഴിൽ നൽകണേ അല്ലാഹ് റബ്ബേ റഹ്മാനേ ഈ സംഗമത്തിലേക്ക് സംഭാവന നൽകിയവരുണ്ട് ഇറച്ചി നൽകിയവരുണ്ട് അരി നൽകിയവരുണ്ട് നാഥാ അല്ലാഹ് അവരുടെ സ്വതക്കയെ സ്വീകരിക്കണേ റഹ്മാനേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് റബ്ബേ ഒരു ക്യാൻസർ രോഗി ഇതിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് അല്ലാഹ് റബ്ബേ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ കൊടുക്കണേ അല്ലാഹ് കൊടുക്കണേ അല്ലാഹ് റബ്ബേ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഞങ്ങളെ ബന്ധപ്പെട്ടവർ യുവാക്കളുണ്ട് അല്ലാഹ് റബ്ബേ ആ ഉപ്പമാർ യുവാക്കള് അവരുടെ തൊഴിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് സന്തോഷത്തോടെ നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറുമായ
മക്ബൂലായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ ഇബ്രാഹിം നബിയുടെ വിളിയായ ഹൃദയത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. കേൾപ്പിക്കണേ അല്ലാഹ്, കേൾപ്പിക്കണേ റബ്ബേ. റബ്ബേ ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, നിന്നോട് ചോദിക്കാൻ അർഹരല്ലാതറിയാം. എന്നാൽ ജീവിതം നൽകിയത് നീയല്ലേ റബ്ബേ. ഞങ്ങൾക്ക് ഒരുപാട് സുഹൃതങ്ങൾ നൽകിയത് നീയാണ് റബ്ബേ. ഞങ്ങളുടെ ദുആഇനെ തട്ടിക്കളയല്ല അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ റഹ്മാനേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് റഹ്മാനെ അല്ലാഹു ആയുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ ഒരുപാട് പ്രഭാഷണ വേദികൾ പങ്കിടാറില്ല അർഷാദ് എന്ന് പറയുന്ന സഹോദരനുണ്ട്, ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്. റഹ്മാനെ അദ്ദേഹത്തിന് നീ സ്വർഗ്ഗത്തിലാക്കണേ അല്ലാഹ്, തൊഴിൽ നൽകണേ അല്ലാഹ്, തൊഴിലിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മഹാനായ ശംസുൽ ഉലമാ അല്ലാഹുവേ കണ്ണിയത്ത് ഉസ്താദ്, റബ്ബേ ചെറുശ്ശേരി ഉസ്താദ്, റബ്ബേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് മാസങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞ അല്ലാഹുവേ ബാപ്പു ഉസ്താദ്, റബ്ബേ ദറജ ഉയർത്തണേ അല്ലാഹ്, ദറജ ഉയർത്തണേ അല്ലാഹ്. റബ്ബേ സമസ്ത കേരള ജമഈയത്തുൽ ഉലമയെ മുന്നോട്ട് നയിക്കുന്ന, സമസ്തയെ മുന്നോട്ട് നയിക്കുന്ന അല്ലാഹുവേ ശൈഖുൽ ജാമിഅ അല്ലാഹുവേ ആലിക്കുട്ടി ഉസ്താദ്, റബ്ബേ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ, റബ്ബേ സമസ്തയെ നയിക്കുന്ന അമരക്കാര്, സമസ്തയുടെ പിന്നണികള് മുശാവറ അംഗങ്ങള്, റഹ്മാനെ പാണക്കാട്ട് പണ്ടോവരകളെ തമ്പുരാനെ അല്ലാഹ് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, ആയുസ് നൽകണേ തമ്പുരാനെ. റബ്ബേ ഖിയാമത്ത് നാൾ വരെ സമസ്തയെ നിലനിർത്തണേ അല്ലാഹ്. എതിർക്കുന്നവരെ തകർക്കണേ തമ്പുരാനെ, എതിർക്കുന്നവരെ തകർക്കണേ അല്ലാഹ്, എതിർക്കുന്നവരെ തകർക്കണേ തമ്പുരാനെ. റബ്ബേ ഈ പാതിരാ സമയത്ത് ഞങ്ങൾ കരമുയർത്തിക്കൊണ്ട് ചോദിക്കുന്നു റബ്ബേ ഞങ്ങളുടെ ഹൃദയത്തിൽ നന്മ നൽകണേ അല്ലാഹ്, നന്മയോടുകൂടി ജീവിതം വരെ മുന്നോട്ട് പോകാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.